ഇന്ന് നാം ചിന്തിക്കുവാനായി ഒരുങ്ങുന്നത് 2 ദിനവൃത്താന്തം 11-ാം അധ്യായത്തെക്കുറിച്ചാണ്. വേദപുസ്തകങ്ങളോ ദയവായി തുറന്നു വെക്കുക. 2 ദിനവൃത്താന്തം 11-ാം അധ്യായം ഇസ്രായേൽ ചരിത്രത്തിലെ നിർണായകമായ ഒരു വഴിത്തിരിവിനെ അവതരിപ്പിക്കുന്നു. ശലോമോന്റെ മരണത്തിനു ശേഷം രാജ്യം 2ആയി വിഭജിക്കപ്പെട്ട സാഹചര്യമാണ് ഇതിന്റെ പശ്ചാത്തലം. വടക്കൻ ഗോത്രങ്ങൾ യെരോബെയാമിന്റെ നേതൃത്വത്തിൽ ഇസ്രായേൽ രാജ്യമായും യഹൂദയും ബെന്യാമീനും ഉൾപ്പെട്ട തെക്കൻ രാജ്യം രെഹബെയാമിന്റെ നേതൃത്വത്തിൽ യഹൂദയായും മാറുന്നു. രാജ്യം വിഭജിക്കപ്പെട്ടതിന്റെ വേദനയും രാഷ്ട്രീയ സംഘർഷവും നിലനിന്നിരുന്നെങ്കിലും ദൈവം തന്റെ ജനത്തെ പൂർണ്ണമായി ഉപേക്ഷിച്ചില്ല. രെഹബെയാം യുദ്ധത്തിലൂടെ നഷ്ടപ്പെട്ട രാജ്യം തിരിച്ചു പിടിക്കാൻ ശ്രമിച്ചപ്പോൾ ദൈവം ശമയ്യാ പ്രവാചകനിലൂടെ അവനെ തടഞ്ഞു. അതേസമയം വടക്കൻ രാജ്യത്തിലെ പുരോഹിതന്മാരും ലേവ്യരും ദൈവാരാധന ഉപേക്ഷിക്കാതിരിക്കാൻ യഹൂദയിലേക്ക് കുടിയേറി. അതിനാൽ ഈ അധ്യായത്തിന്റെ കേന്ദ്ര സന്ദേശം നമുക്കിങ്ങനെ പറയാം: മനുഷ്യന്റെ തെറ്റുകളും വിഭജനങ്ങളും ദൈവത്തിന്റെ പദ്ധതിയെ വെല്ലുവിളിച്ചാലും ദൈവത്തിന്റെ വചനം അനുസരിക്കുന്നവരെ അവൻ സംരക്ഷിക്കുകയും തന്റെ ആരാധനയെയും ജനത്തെയും നിലനിർത്തുകയും ചെയ്യുന്നു. ഇതിന്റെ ചരിത്ര പശ്ചാത്തലം നാം ചിന്തിക്കുമ്പോൾ ശലോമോന്റെ മരണത്തിന് ശേഷം അദ്ദേഹത്തിന്റെ മകനായ രെഹബെയാം രാജാവായി. ജനങ്ങൾ തങ്ങളുടെ ഭാരങ്ങൾ കുറയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ രെഹബെയാം അവരുടെ അഭ്യർത്ഥന നിരസിക്കുകയും കഠിനമായ ഭരണനയം സ്വീകരിക്കുകയും ചെയ്തു. ഇതിന്റെ ഫലമായി 10 ഗോത്രങ്ങൾ യെരോബെയാമിന്റെ നേതൃത്വത്തിൽ രെഹബെയാമിനെതിരെ തിരിഞ്ഞു. അങ്ങനെ ദാവീദിന്റെ ഏകീകൃത രാജ്യം 2ആയി വിഭജിക്കപ്പെട്ടു. വടക്കൻ രാജ്യം ഇസ്രായേലായും തെക്കൻ രാജ്യം യഹൂദയായും മാറി. ഇത് വെറും രാഷ്ട്രീയ വിഭജനമായിരുന്നില്ല, ദൈവജനത്തിന്റെ ഐക്യത്തിൽ ഉണ്ടായ വലിയ മുറിവായിരുന്നു. വിഭജിക്കപ്പെട്ട രാജ്യത്തെ വീണ്ടും ഒന്നിപ്പിക്കാനുള്ള ശ്രമവും നടന്നിട്ടുണ്ട്. രെഹബെയാം യഹൂദയിൽ എത്തിയ ശേഷം ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്ത് രാജ്യം തിരികെ പിടിക്കാൻ 1,80,000 യോദ്ധാക്കളെ തിരഞ്ഞെടുത്തു. മനുഷ്യന്റെ കാഴ്ചപ്പാടിൽ ഇത് സ്വാഭാവികമായ തീരുമാനമായിരുന്നു. രാജ്യം നഷ്ടപ്പെട്ടു, അതിനാൽ സൈനിക ശക്തിയിലൂടെ അത് തിരിച്ചു പിടിക്കണം. എന്നാൽ ദൈവത്തിന്റെ പദ്ധതി വ്യത്യസ്തമായിരുന്നു. ദൈവം ശമയ്യാ പ്രവാചകനെ അയച്ച് പറഞ്ഞത്: നിങ്ങൾ കയറി നിങ്ങളുടെ സഹോദരന്മാരായ ഇസ്രായേൽ മക്കളോട് യുദ്ധം ചെയ്യരുത്. ഇവിടെ ഒരു വലിയ ആത്മീയ സത്യമുണ്ട്. എല്ലാ യുദ്ധങ്ങളും നമ്മൾ പോരാടേണ്ട യുദ്ധങ്ങളല്ല. ചിലപ്പോൾ നമുക്ക് ശരിയെന്ന് തോന്നുന്ന പ്രവർത്തനത്തിൽ നിന്നുപോലും ദൈവം നമ്മെ തടയാം. ദൈവവചനത്തിന് മുമ്പിൽ നിൽക്കുന്ന രാജാവ്. ശമയ്യാ പ്രവാചകന്റെ വാക്കുകൾ കേട്ടപ്പോൾ രെഹബെയാമും യഹൂദയിലെ നേതാക്കളും ദൈവത്തിന്റെ വചനം അനുസരിച്ചു. അവർ വടക്കൻ രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്യാതെ മടങ്ങിപ്പോയി. ഇത് രെഹബെയാമിന്റെ ജീവിതത്തിലെ ഒരു പ്രധാന ആത്മീയ നിമിഷമാണ്. ഒരു രാജാവിന് വലിയ സൈന്യമുണ്ടായിരുന്നെങ്കിലും അവൻ തന്റെ ശക്തിയേക്കാൾ ദൈവത്തിന്റെ വചനത്തിന് കീഴടങ്ങേണ്ടി വന്നു. യഥാർത്ഥ ശക്തി സ്വന്തം തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നതല്ല, ദൈവം തിരുത്തുമ്പോൾ തിരുത്തൽ സ്വീകരിക്കുന്നതിനാണ്. പ്രവാചകന്റെ ശുശ്രൂഷയുടെ പ്രാധാന്യത്തെക്കുറിച്ച് നമുക്കിവിടെ കാണാം. ഈ അധ്യായത്തിൽ ശമയ്യാ പ്രവാചകന്റെ പങ്ക് വളരെ പ്രധാനമാണ്. അവൻ രാജാവിനെ സന്തോഷിപ്പിക്കുന്ന സന്ദേശമല്ല നൽകിയത്, ദൈവം പറഞ്ഞത് തന്നെയാണ് അവൻ പറഞ്ഞത്. ഇതാണ് യഥാർത്ഥ പ്രവാചക ശുശ്രൂഷയുടെ സ്വഭാവം. ഒരു പ്രവാചകന്റെ ദൗത്യം എന്തെന്നാൽ അധികാരത്തെ ഭയപ്പെടാതിരിക്കുക, ദൈവവചനം സത്യസന്ധമായി പ്രഖ്യാപിക്കുക, തെറ്റായ തീരുമാനത്തിൽ നിന്ന് ജനത്തെ പിന്തിരിപ്പിക്കുക, ദൈവത്തിന്റെ ഇഷ്ടം മനുഷ്യരുടെ ഇഷ്ടത്തിന് മുകളിൽ ഉയർത്തുക. ഇന്നത്തെ സഭയ്ക്കും ഇതേ ദൗത്യമുണ്ട്. സഭ അധികാരത്തിന്റെ ശബ്ദമാകുന്നതിന് മുമ്പ് ദൈവവചനത്തിന്റെ ശബ്ദമാകണം. യഹൂദയിലെ കോട്ട നഗരങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ യുദ്ധത്തിൽ നിന്ന് പിന്മാറിയ ശേഷം രെഹബെയാം യഹൂദയിലെ വിവിധ നഗരങ്ങളെ ശക്തിപ്പെടുത്തി. മതിലുകളും കോട്ടകളും പണിതു. ഭക്ഷണവും
എണ്ണയും വീഞ്ഞും സംഭരിച്ചു. ഇത് യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പിനേക്കാൾ സുരക്ഷയ്ക്കും ഭരണസ്ഥിരതയ്ക്കുമുള്ള ഒരുക്കമായിരുന്നു. ഇവിടെ ഒരു പ്രധാന തത്വം കാണാം. പ്രാർത്ഥന ദൈവത്തിങ്കൽ ആശ്രയിക്കലാണ്. എന്നാൽ ഉത്തരവാദിത്വമുള്ള പ്രവർത്തനം ഉപേക്ഷിക്കലല്ല. ദൈവം സംരക്ഷിക്കുമെന്ന വിശ്വാസമുണ്ടായിരുന്നെങ്കിലും രെഹബയാം നഗരങ്ങളെ ശക്തിപ്പെടുത്തി. വിശ്വാസവും ഉത്തരവാദിത്വവും ഒരുമിച്ച് പോകണം. ആത്മീയ വിശ്വസ്തതയും പുരോഹിതന്മാരുടെ കുടിയേറ്റവും നമുക്കിവിടെ കാണാം. അധ്യായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആത്മീയ സംഭവങ്ങളിൽ ഒന്നാണ് വടക്കൻ രാജ്യത്തിൽ നിന്ന് പുരോഹിതന്മാരും ലേവ്യരും യഹൂദയിലേക്ക് വന്നത്. യൊരോബെയാം തന്റെ സ്വന്തം ആരാധനാ കേന്ദ്രങ്ങളും വിഗ്രഹാരാധനാ സംവിധാനങ്ങളും സ്ഥാപിച്ചു. അതിനാൽ യഹോവയുടെ ആരാധനയോടുള്ള വിശ്വസ്തത കാത്തുസൂക്ഷിക്കുവാൻ ആഗ്രഹിച്ച പുരോഹിതന്മാരും ലേവ്യരും തങ്ങളുടെ പട്ടണങ്ങളും അവകാശങ്ങളും ഉപേക്ഷിച്ച് യെരുശലേമിലേക്ക് വന്നു. ഇത് വളരെ ശക്തമായ ഒരു വിശ്വാസ പാഠമാണ്. സൗകര്യത്തെക്കാൾ വിശ്വസ്തത തിരഞ്ഞെടുക്കുക. അവർക്ക് തങ്ങളുടെ വീടും സ്ഥാനവും സ്വത്തും ഉപേക്ഷിക്കേണ്ടി വന്നെങ്കിലും ദൈവാരാധന ഉപേക്ഷിച്ചില്ല. ആത്മീയ കുടിയേറ്റം ഒരു വിശ്വാസത്തിന്റെ വിലയാണ്. പുരോഹിതന്മാരുടെയും ലേവ്യരുടെയും തീരുമാനം നമ്മോട് ചോദിക്കുന്നത്, വിശ്വാസം സംരക്ഷിക്കാനായി നമുക്കെന്തെങ്കിലും ഉപേക്ഷിക്കേണ്ടി വന്നാൽ നാം എന്തു ചെയ്യും? ഇന്നത്തെ ലോകത്തിൽ വിശ്വാസത്തിന്റെ പേരിൽ ചിലപ്പോൾ സൗകര്യങ്ങളെ ഉപേക്ഷിക്കേണ്ടി വരും, ജനപ്രീതി ഉപേക്ഷിക്കേണ്ടി വരും, തെറ്റായ കൂട്ടുകെട്ടുകളിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരും, ചില അവസരങ്ങളെ പോലും ഉപേക്ഷിക്കേണ്ടി വരും. എന്നാൽ ദൈവത്തോടുള്ള വിശ്വസ്തതയ്ക്ക് നൽകുന്ന വില ഒരിക്കലും വ്യർത്ഥമല്ല. 3 വർഷത്തെ ആത്മീയ ശക്തിയെക്കുറിച്ച് ഇവിടെ പറയുന്നു. അധ്യായം പറയുന്നത് രെഹബയാം 3 വർഷം ദാവീദിന്റെയും ശലോമോന്റെയും വഴിയിൽ നടന്നുവെന്നും ആ കാലയളവിൽ യഹൂദയ്ക്ക് ശക്തിയുണ്ടായെന്നും ആണ്. ഇവിടെ 3 വർഷം എന്നത് വെറും സമയ പരാമർശമല്ല, രെഹബയാമിന്റെ ആദ്യകാല ഭരണത്തിലെ ആത്മീയ സ്ഥിരതയെ കാണിക്കുന്നു. അവൻ ദൈവത്തിന്റെ വഴി നടന്നപ്പോൾ രാജ്യം ശക്തിപ്പെട്ടു, ജനങ്ങൾക്ക് സ്ഥിരത ലഭിച്ചു, പുരോഹിതന്മാർക്ക് ശുശ്രൂഷ ചെയ്യുവാൻ കഴിഞ്ഞു. ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ദൈവത്തോടുള്ള വിശ്വസ്തത വ്യക്തിയുടെ ആത്മീയ ജീവിതത്തെ മാത്രമല്ല, സമൂഹത്തിന്റെ ശക്തിയെയും സ്വാധീനിക്കുന്നുണ്ട്. ആത്മീയ വിശ്വസ്തതയ്ക്ക് പിന്നിലെ കാരണം പുരോഹിതന്മാരും ലേവ്യരും യഹൂദയിലേക്ക് വന്നതോടെ യെരുശലേമിലെ ദൈവാരാധന ശക്തിപ്പെട്ടു. ഇത് കാണിക്കുന്നത് ആരാധനയുടെ ശക്തി കെട്ടിടത്തിൽ മാത്രമല്ല, വിശ്വസ്തരായ മനുഷ്യരിലാണ് എന്നതാണ്. ദേവാലയമുണ്ടായിരിക്കാം, എന്നാൽ ദൈവത്തെ സത്യമായി ആരാധിക്കുന്ന ജനമില്ലെങ്കിൽ അതിൻ്റെ ആത്മീയ ലക്ഷ്യം നഷ്ടപ്പെട്ടു പോകും. ഇന്നത്തെ സഭയ്ക്കും ഇതൊരു വലിയ പാഠമാണ്. സഭയുടെ യഥാർത്ഥ ശക്തി അതിൻ്റെ കെട്ടിടത്തിലോ സാമ്പത്തിക ശേഷിയിലോ അല്ല, ദൈവത്തോട് വിശ്വസ്തരായ ജനങ്ങളിലാണ്. കുടുംബവും ആത്മീയ പാരമ്പര്യവും നാം നോക്കുമ്പോൾ അധ്യായത്തിന്റെ അവസാന ഭാഗത്തിൽ രെഹബയാമിന്റെ കുടുംബത്തെയും മക്കളെയും കുറിച്ച് പറയുന്നു. അവന് അനേകം ഭാര്യമാരും മക്കളും ഉണ്ടായിരുന്നു. അവൻ തൻ്റെ മക്കളെ യഹൂദയിലും ബെന്യാമീനിലും വിവിധ കോട്ട നഗരങ്ങളിൽ പാർപ്പിക്കുകയും അവർക്കാവശ്യമായ വിഭവങ്ങൾ നൽകുകയും ചെയ്തു. ഇത് കുടുംബത്തിന്റെ ഭാവിയെക്കുറിച്ചുള്ള ഉത്തരവാദിത്വത്തെ സൂചിപ്പിക്കുന്നു. എന്നാൽ ഇതോടൊപ്പം ഒരു ആത്മീയ മുന്നറിയിപ്പുമുണ്ട്. കുട്ടികൾക്ക് ഭൗതിക സമ്പത്ത് നൽകുന്നതിനേക്കാൾ പ്രധാനമാണ് ആത്മീയ പാരമ്പര്യം നൽകുന്നത്. വീടും സ്വത്തും വിദ്യാഭ്യാസവും സ്ഥാനവും നൽകാം, എന്നാൽ ദൈവഭക്തിയും സത്യവും നീതിയും വിശ്വാസവും അടുത്ത തലമുറയ്ക്ക് കൈമാറുക എന്നതാണ് ഏറ്റവും വലിയ ഉത്തരവാദിത്വം. രെഹബയാമിന്റെ ജീവിതത്തിലെ വിരോധാഭാസം എന്തെന്നാൽ, ഈ അധ്യായത്തിൽ രെഹബയാം ചില കാര്യങ്ങളിൽ ദൈവവചനം അനുസരിക്കുന്നതായി കാണുന്നു, എന്നാൽ പിന്നീട് അവന്റെ ജീവിതത്തിൽ വീഴ്ചകൾ സംഭവിച്ചതായും അടുത്ത അധ്യായം വ്യക്തമാക്കുന്നു. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ആത്മീയ പാഠമാണ്. ഒരു നല്ല തുടക്കം മാത്രം മതിയാകില്ല, അവസാനം വരെ വിശ്വസ്തത ആവശ്യമാണ്. ദൈവത്തെ ഒരു കാലയളവിൽ മാത്രം പിന്തുടരുന്നത് മതിയാകില്ല. ക്രിസ്തീയ ജീവിതം തുടക്കത്തിലെ ആവേശം മാത്രമല്ല,
ഇടയ്ക്കുള്ള അനുഭവം മാത്രമല്ല, അവസാനം വരെ നിലനിൽക്കുന്ന വിശ്വസ്തതയാണ്. ഇവിടെ ദൈവശാസ്ത്രപരമായ പ്രധാന സന്ദേശങ്ങൾ എന്തെന്നാൽ, ഒന്ന്, ദൈവം വിഭജനത്തിനിടയിലും പ്രവർത്തിക്കുന്നു. രാജ്യം രണ്ടായി പിരിഞ്ഞെങ്കിലും ദൈവത്തിന്റെ പദ്ധതി അവസാനിച്ചില്ല. മനുഷ്യരുടെ തെറ്റുകൾ ദൈവത്തിന്റെ പരമാധികാരത്തെ ഇല്ലാതാക്കുന്നില്ല. രണ്ട്, ദൈവവചനം യുദ്ധത്തേക്കാൾ ശക്തമാണ്. 1,80,000 യോദ്ധാക്കൾ ഉണ്ടായിരുന്നെങ്കിലും ദൈവത്തിന്റെ ഒരു വാക്ക് ആ യുദ്ധത്തെ നിർത്തി. ദൈവത്തിന്റെ വചനത്തിനു മുമ്പിൽ മനുഷ്യശക്തി കീഴടങ്ങണം. 3, വിശ്വാസത്തിന് വിലയുണ്ട്. പുരോഹിതന്മാരും ലേവ്യരും തങ്ങളുടെ സൗകര്യങ്ങൾ ഉപേക്ഷിച്ച് ദൈവാരാധന സംരക്ഷിച്ചു. 4, ആരാധനയുടെ വിശുദ്ധി സംരക്ഷിക്കണം. തെറ്റായ ആരാധനയും വിഗ്രഹാരാധനയും അംഗീകരിക്കാതെ അവർ യഥാർത്ഥ ആരാധനയോട് ചേർന്ന് നിന്നു. 5, ആത്മീയ പാരമ്പര്യം അടുത്ത തലമുറയിലേക്ക് കൈമാറണം. ദൈവവിശ്വാസം തലമുറകളിലൂടെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം കുടുംബത്തിനും സഭയ്ക്കുമുണ്ട്. പുതിയ നിയമത്തിലെ പൂർത്തീകരണം എന്തെന്നാൽ, ഈ അധ്യായത്തിലെ വിഭജിക്കപ്പെട്ട ജനതയുടെ ചിത്രം പുതിയ നിയമത്തിൽ ക്രിസ്തുവിൽ ഒരു പുതിയ പ്രത്യാശയിലേക്ക് നയിക്കുന്നു. യേശുക്രിസ്തു മനുഷ്യർക്കിടയിലെ വിഭജനങ്ങളുടെ മതിൽ തകർത്തവനാണ്. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 14-ാം വാക്യത്തിൽ പറയുന്നത്, അവൻ തന്നെ നമ്മുടെ സമാധാനം, അവൻ ഇരുവരെയും ഒന്നാക്കി. പഴയ നിയമത്തിൽ രാജ്യം വിഭജിക്കപ്പെട്ടു. എന്നാൽ ക്രിസ്തുവിൽ വിവിധ ജനങ്ങളും വിഭാഗങ്ങളും ഒരേ ശരീരമായി ഒന്നിക്കുന്നു. അതുകൊണ്ട് സഭയുടെ വിളി വിഭജനം വർദ്ധിപ്പിക്കുക എന്നതല്ല, ക്രിസ്തുവിൽ ഐക്യം സൃഷ്ടിക്കുക എന്നതാണ്. ഇന്നത്തെ സഭയോട് പറയുവാനുള്ളത്, ഒന്ന്, എല്ലാ യുദ്ധങ്ങളും പോരാടേണ്ടതില്ല. ചില പ്രശ്നങ്ങൾ ശക്തിയിലൂടെ പരിഹരിക്കാനാകില്ല. ദൈവത്തിന്റെ വചനം കേട്ട് മുന്നോട്ട് പോകുന്നതാണ് ചിലപ്പോൾ വിജയകരമായ തീരുമാനം. 2, സഭ വിഭജനത്തിന്റെ സ്ഥലമാകരുത്. ജാതി, ഭാഷ, സാമ്പത്തിക സ്ഥിതി, വ്യക്തിപരമായ അഭിപ്രായം, നേതൃത്വം തുടങ്ങിയവയുടെ പേരിൽ സഭ വിഭജിക്കപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കണം. 3, ദൈവവചനത്തിന് മുൻഗണന നൽകണം. നേതാക്കളുടെ അഭിപ്രായം മാറാം, എന്നാൽ ദൈവവചനം സഭയുടെ അന്തിമ മാർഗദർശിയായിരിക്കണം. 4, വിശ്വാസത്തിനായി ത്യാഗം ചെയ്യാൻ തയ്യാറാകണം. സൗകര്യങ്ങൾ നഷ്ടപ്പെട്ടാലും ദൈവത്തോടുള്ള വിശ്വസ്തത ഉപേക്ഷിക്കരുത്. 5, അടുത്ത തലമുറയെ ആത്മീയമായി വളർത്തണം. കുട്ടികൾക്ക് സമ്പത്ത് മാത്രമല്ല, വിശ്വാസത്തിന്റെ പാരമ്പര്യവും നൽകണം. 6, നല്ല തുടക്കത്തിന് നല്ല തുടർച്ച വേണം. ഒരു കാലത്ത് ദൈവത്തെ പിന്തുടർന്നത് മാത്രം മതിയാകില്ല. ജീവിതാവസാനം വരെ വിശ്വസ്തത ആവശ്യമാണ്. വ്യക്തിപരമായി നമ്മെ ഒന്ന് ആത്മപരിശോധന നടത്തുകയാണെങ്കിൽ, ഈ അധ്യായം ഓരോ വിശ്വാസിയോടും ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ദൈവം എന്നെ തടയുമ്പോൾ ഞാൻ അവന്റെ വചനം അനുസരിക്കുന്നുണ്ടോ? എൻ്റെ ജീവിതത്തിൽ അനാവശ്യമായ യുദ്ധങ്ങൾ ഞാൻ സൃഷ്ടിക്കുന്നുണ്ടോ? സൗകര്യത്തേക്കാൾ ദൈവവിശ്വസ്തതയ്ക്ക് ഞാൻ പ്രാധാന്യം നൽകുന്നുണ്ടോ? എൻ്റെ കുടുംബത്തിന് ഞാൻ എന്ത് ആത്മീയ പാരമ്പര്യമാണ് നൽകുന്നത്? സഭയിലെ ഐക്യത്തിനാണോ ഞാൻ പ്രവർത്തിക്കുന്നത്, അതോ വിഭജനത്തിനാണോ? എൻ്റെ വിശ്വാസം തുടക്കത്തിലെ ആവേശമാണോ, ജീവിതകാലം മുഴുവൻ നിലനിൽക്കുന്ന വിശ്വസ്തതയാണോ? 2 ദിനവൃത്താന്തം 11-ാം അധ്യായം വിഭജിക്കപ്പെട്ട ഒരു രാജ്യത്തിന്റെ ചരിത്രം പറയുമ്പോഴും അതിന്റെ ആഴത്തിലുള്ള സന്ദേശം ദൈവത്തിന്റെ വിശ്വസ്തതയും മനുഷ്യന്റെ അനുസരണവുമാണ്. രെഹബയാം യുദ്ധത്തിലൂടെ രാജ്യം തിരിച്ചുപിടിക്കുവാൻ ശ്രമിച്ചപ്പോൾ ദൈവം അവനെ തടഞ്ഞു. അവൻ ദൈവവചനം കേട്ടപ്പോൾ ഒരു വലിയ രക്തച്ചൊരിച്ചിൽ ഒഴിവായി. അതേസമയം വടക്കൻ രാജ്യത്തിലെ പുരോഹിതന്മാരും ലേവ്യരും തെറ്റായ ആരാധന സ്വീകരിക്കാതെ ദൈവത്തോടുള്ള വിശ്വസ്തതയ്ക്കായി ത്യാഗം ചെയ്തു. ഈ അധ്യായം നമ്മെ പഠിപ്പിക്കുന്നത്, വിജയം എല്ലായ്പ്പോഴും മുന്നോട്ടു പോകുന്നതിൽ മാത്രമല്ല, ദൈവം നിർത്തുക എന്ന് പറയുമ്പോൾ നിൽക്കുന്നതിലും വിജയമുണ്ട് എന്നതാണ്. അതുപോലെ വിശ്വാസത്തിന്റെ യഥാർത്ഥ വില സൗകര്യങ്ങളിലല്ല, വിശ്വസ്തതയിലാണ്. രാജ്യം വിഭജിക്കപ്പെട്ടാലും ദൈവം തന്റെ ജനത്തെ ഉപേക്ഷിക്കുന്നില്ല. മനുഷ്യന്റെ തെറ്റുകൾക്കിടയിലും
ദൈവം തൻ്റെ രക്ഷാപദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുന്നു. അതുകൊണ്ട് 2 ദിനവൃത്താന്തം 11 അധ്യായത്തിന്റെ കേന്ദ്ര സന്ദേശം ഇതാണ്: ദൈവത്തിന്റെ വചനം കേട്ട് അനുസരിക്കുന്നതിലാണ് യഥാർത്ഥ ശക്തി. വിഭജനത്തിന്റെയും പ്രതിസന്ധിയുടെയും കാലത്തും ദൈവത്തോട് വിശ്വസ്തരായി നിൽക്കുന്നവരെ ദൈവം സംരക്ഷിക്കുകയും തൻ്റെ സാക്ഷ്യം നിലനിർത്തുകയും ചെയ്യുന്നു. സൗകര്യത്തെക്കാൾ വിശ്വാസവും ശക്തിയേക്കാൾ അനുസരണവും തിരഞ്ഞെടുക്കുക. ഈ വചനത്താൽ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.